1981 का साल 1981। राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्ഷൻ രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാ വാഹനങ്ങളാലും ചരക്ക് വണ്ടികളാലും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. ആ കൊച്ചു നഗരത്തിലെ തെരുവുകൾ ഏകദേശം ശൂന്യവും ഇടുങ്ങിയതുമാണ്. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. ആ കൊച്ചു നഗരത്തിലെ തെരുവുകൾ ഏകദേശം ശൂന്യവും ഇടുങ്ങിയതുമാണ്. गलियों में खामोश खड़े बिजली के खंभे. തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഗലിയോമേം തെരുവുകളിൽ ഖാമോഷ് ഖഡെ നിശബ്ദമായി നിൽക്കുന്ന ബിജലി കെ ഖംഭെ ഇലക്ട്രിക് പോസ്റ്റുകൾ. ഗലിയോമേം ഖാമോഷ് ഖഡെ ബിജലി കെ ഖംഭെ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖംഭോं के बीच ഖിഞ്ചി താരോ കി കതാരെ. പോസ്റ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ലൈനുകൾ വലിച്ചിരിക്കുന്നത് കാണാം. ഖംഭോं के बीच ഖിഞ്ചി താരോ കി കതാരെ. പോസ്റ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ലൈനുകൾ വലിച്ചിരിക്കുന്നത് കാണാം. इन गलियों में जहां तहां दिखाई पड़ते मीठी खंडियां बजाते फेरी वाले. ഈ തെരുവുകളിൽ അവിടെവിടെയായി മനോഹരമായി മണിമുഴക്കിക്കൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ തെരുവുകളിൽ അവിടെവിടെയായി മനോഹരമായി മണിമുഴക്കിക്കൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഏക അന്ധേരി സി ഗലി മേ ചഹ് സാത്ത് ഗത്തോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ. ആ ഇരുണ്ട തെരുവിൽ കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാമായിരുന്നു. ഉൻകെ പീछे ചലത്ത ഏക് ബദൻ ഉഖാഡെ കുംഹാർ. അവയ്ക്ക് പിന്നാലെ അർത്ഥനഗ്നനായ ഒരു കുശവനും നടന്നു പോകുന്നുണ്ട്. इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे बेलावर साहिल. അപ്പോ ഈ കാഴ്ചകൾക്കിടയിലൂടെ കടന്നു പോകുന്ന രണ്ട് സ്കൂൾ കുട്ടികൾ ആരൊക്കെയാണ്? ബേലയും സാഹിലും. इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे बेला और साहिल. ഈ കാഴ്ചകൾക്കിടയിലൂടെ കടന്നു പോകുന്ന രണ്ട് സ്കൂൾ കുട്ടികൾ ആരൊക്കെയാണ്? ബേലയും സാഹിലും. उन दिनों पेन में 5 पैसे में നീലി സ്യാഹി ഫരി ജാതി थी. അക്കാലത്ത് 5 പൈസയ്ക്ക് നീലമഷി നിറയ്ക്കാമായിരുന്നു പതിവ്. അക്കാലത്ത് 5 പൈസ കൊടുത്താൽ ഒരു പേന മഷി നിറച്ച് കിട്ടുമായിരുന്നു. സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ ട്രാംബർ സെ പെൻ മെയും സ്യാഹി ഫർത്തെ ഥേ. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ച് മഷി നിറയ്ക്കുമായിരുന്നു. पेन में कुछ स्याही बची थी. उसे साहिल ने जमीन पर छिड़क दिया. പേനയിൽ അവശേഷിച്ചിരുന്ന മഷിയും സാഹിൽ നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. पेन में कुछ स्याही बची थी. उसे साहिल ने जमीन पर छिड़क दिया. പേനയിൽ അവശേഷിച്ചിരുന്ന മഷി സാഹിൽ നിലത്തേക്ക് ഒഴിച്ചു കളഞ്ഞു. नई स्याही फरवाने के लिए दोनों दुकान पर पहुंचे. പുതിയ മഷി നിറയ്ക്കാനായി രണ്ടുപേരും കടയിലെത്തി. नई स्याही फरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही फर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. ഒരു പേന മഷി. സാഹിൽ പറയുന്നതിന് മുമ്പ് തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു. बेटा स्याही की बोतल अफी अफी खाली हो गई है. अब तो कल ही मिल पाएगी. മോനെ മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. ഇനിയിപ്പോ നാളെ കിട്ടുകയുള്ളൂ.
लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, ബേല बोली. പക്ഷെ ഇവൻ പേനയിലുണ്ടായിരുന്ന മഷി നിലത്തൊഴിച്ചു കളഞ്ഞു. बादल को देखकर खड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में बढ़ते हो? കാർമേഘം കാണുമ്പോഴേക്കും കുടം കമഴ്ത്തി കളയരുത്, അത് നല്ലതല്ല, കടക്കാരൻ പറഞ്ഞു. എന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में പഠിന പാപ് ഹോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയൊരു അപരാധമാണെന്ന ഭാവത്തോടെ സാഹിൽ പറഞ്ഞു. ദോനോ, ദുക്കാൻ വാലെ ഭയ്യ ने कहा. രണ്ടുപേരും? കടക്കാരൻ ചോദിച്ചു. हाँ दोनों, और हम दोनों का सेक्शन फी एक ही है ये, बेला ने ऐसे खुश होकर बताया जैसे कोई बहुत बड़ी बात हो. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും എ ഡിവിഷനിലാണ് പഠിക്കുന്നത്, ഒരു വലിയ കാര്യമെന്ന മട്ടിൽ സന്തോഷത്തോടെ ബേല പറഞ്ഞു. ക്ലാസ് മെയും ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ക്ലാസ് മെയും ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കാപ്പി മെയും കാം കർത്തെ തോ ദോനോ കാപ്പി മെയും കാം കർത്തെ थे. ഇരുവരും ഒരുമിച്ചാണ് നോട്ട് എഴുതിയിരുന്നത്. അതായത് ഒരാൾ നോട്ട് എഴുതുകയാണെങ്കിൽ മറ്റേയാളും നോട്ട് എഴുതുമായിരുന്നു. കാപ്പി മെയും കാം കർത്തെ തോ ദോനോ കാപ്പി മെയും കാം കർത്തെ थे. ഇരുവരും ഒരുമിച്ചാണ് നോട്ട് എഴുതിയിരുന്നത്. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിലോ രണ്ടുപേരും പുസ്തകം വായിക്കുമായിരുന്നു. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. പുസ്തകം വായിച്ചാലും ശരി തന്നെ, വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കുമായിരുന്നു. ബൽക്കി പാഠ് ഫി ഏക് ഹി പഠിത്തേ. മാത്രവുമല്ല വായിക്കുന്ന പാഠവും ഒന്ന് തന്നെയായിരിക്കും. ബൽക്കി പാഠ് ഫി ഏക് ഹി പഠിത്തേ. മാത്രവുമല്ല വായിക്കുന്ന പാഠവും ഒന്ന് തന്നെയായിരിക്കും. साहिल चमक उड़ी सन 57 में वह तलवार पुरानी थी. पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. साहिल चमक उड़ी सन 57 में वह तलवार पुरानी थी എന്ന് വായിച്ചാൽ ബേലയും അത് തന്നെ ഉരുവിടുമായിരുന്നു. बेला कहती, बहन जी पानी पीने चली जाओ. साहिल भी कहता, बहन जी पानी पीने चला जाओ. ബേല ടീച്ചറോട് വെള്ളം കുടിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചാൽ സാഹിലും ചോദിക്കും, ടീച്ചറെ ഞാനും വെള്ളം കുടിക്കാൻ പോകട്ടെ. തുടർന്ന് ഗണിതാധ്യാപകനായ സുരേന്ദ്രജിയുടെ ക്ലാസും ദീപാവലി അവധി കഴിഞ്ഞു വരുമ്പോഴുള്ള സംഭവങ്ങളും അവസാനം 5ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നതുമായിട്ടുള്ള ഭാഗങ്ങളും കോർത്തിണക്കിയ ബീർബഹുട്ടി വരും ദിനങ്ങളിൽ തുടരും. അതുവരെ ഗുഡ് ബൈ.